കൊച്ചി തീരത്തെ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം തേടി സംസ്ഥാന സർക്കാർ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തുടർന്ന് MSC കമ്പനിയുടെ അഗിചേറ്റ 2 എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഷപ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷപ്ന, കേരള സർക്കാരിൻ്റേത് ന്യായീകരിക്കാവുന്ന ആവശ്യം തന്നെയാണ്. വലിയ തരത്തിലുള്ള നഷ്ടമാണ് തീരദേശ മേഖലയിലടക്കം ഈ ഒരു കപ്പൽ അപകടത്തിലൂടെ ഉണ്ടായത്. ഇതിൽ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്? സ്വാതി, വലിയൊരു തുക തന്നെയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ കേരളം ഇപ്പോൾ ഒരു അഡ്മിറാൽറ്റി സ്യൂട്ടാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതായത് MSC എൽസ കപ്പൽ അപകടത്തെ തുടർന്ന് ഇതേ കമ്പനിയുടെ, അതായത് MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തീരത്തുണ്ട്. ഈ വിഴിഞ്ഞം തീരത്തു നിന്ന് അഗിറ്റേറ്റ 2 എന്ന കപ്പൽ വിഴിഞ്ഞം വിടുന്നത് തടയണം എന്നൊരു ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും കോടതി ഈ വിഴിഞ്ഞത്ത് നിന്ന് കപ്പൽ പോകുന്നത് തടഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ കപ്പൽ അപകടത്തെ തുടർന്ന് പരിസ്ഥിതി സമുദ്രോത്പന്ന നഷ്ടം, അത് വലിയ തോതിൽ കേരളത്തിൽ അത്തരത്തിൽ നഷ്ടം സംഭവിച്ചു. മത്സ്യമേഖലയെ ആകെ നഷ്ടത്തിലായി. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ പലർക്കും ഉപജീവന മാർഗം നഷ്ടപ്പെട്ട നിലയിലായി. കൂടാതെ പാരിസ്ഥിതിക നഷ്ടം, വിലമതിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9,531 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതിനായി ഈ കപ്പൽ തുറമുഖം വിടുന്നത് അല്ലെങ്കിൽ വിഴിഞ്ഞം വിടുന്നത് തടയണം എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഈ MSCയുടെ അഗിറ്റേറ്റ 2 എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് വിഴിഞ്ഞം വിടുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. ഷപ്ന, എന്തായാലും സർക്കാരിൻ്റേത് ഏറെ ന്യായീകരിക്കാവുന്ന ആവശ്യം തന്നെയാണ്. പക്ഷേ ഇത്ര വലിയൊരു നഷ്ടപരിഹാര തുക ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ MSC കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? അത്തരത്തിലുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഏതായാലും നേരത്തെയും ഇതുപോലെ കപ്പലുകൾ പിടിച്ചിടാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് ഈ നഷ്ടപരിഹാരമായി, അത് മത്സ്യത്തൊഴിലാളികൾ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട തുകയെ തുടർന്നായിരുന്നു കപ്പലുകൾ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചത്. പിന്നീട് ആ ആവശ്യപ്പെട്ട തുകയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD കോടതിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ കപ്പൽ വിടാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഒരുപക്ഷെ ഈ കപ്പലിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഈ നഷ്ടപരിഹാര തുക കെട്ടിവെച്ചതിന് ശേഷം കപ്പൽ വിട്ടു നൽകാനാണ് സാധ്യത. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് വലിയൊരു തുക തന്നെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്രയും നഷ്ടം കേരളത്തിന് ഈ കപ്പൽ അപകടം കൊണ്ടുണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ പാരിസ്ഥിതിക നഷ്ടമുണ്ടായി, സാമ്പത്തിക നഷ്ടമുണ്ടായി. അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് വലിയ ഡാമേജ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ രീതിയിൽ നഷ്ടപരിഹാരം നൽകണം എന്ന് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നർ വെസലുകളാണ് മുങ്ങിയിട്ടുള്ളത്. ഈ കപ്പലിൽ അത്തരത്തിൽ കണ്ടെയ്നറുകൾ മുങ്ങുകയും വളരെയധികം പരിസ്ഥിതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ തുക തന്നെ നഷ്ടപരിഹാരമായി ലഭിക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഏതായാലും കോടതി ഈ കപ്പൽ തീരം വിടുന്നത് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. ശരി ഷപ്ന, കൊച്ചി തീരത്തെ MSC എൽസ 3 കപ്പൽ അപകടത്തിലാണ് സംസ്ഥാന സർക്കാർ വലിയ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് MSC കമ്പനിയുടെ അഗിറ്റേറ്റ 2 എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.